ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. 2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കുറച്ച് ലേറ്റായി പോയെന്നറിയാം. കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജസൊക്കെ. എന്താണ് കുക്കിംഗ് വീഡിയോസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. തിരക്കുണ്ടാണ് കേട്ടോ, മനഃപൂർവ്വം അല്ല. ഷോപ്പിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. സീസൺ അല്ലേ, ഡിസംബർ ആകുമ്പോൾ. പിന്നെ മക്കളുടെ വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് യാത്രകളും എല്ലാം കൂടി ആകെ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പം 2024 ആദ്യത്തെ വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. ഒരു ചെറിയ വ്ളോഗാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഞാൻ മോന് സ്കൂളിൽ കൊടുത്തു വിടുന്ന ഒരു ലഞ്ചാണ് കേട്ടോ, ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ ചപ്പാത്തിയും ഒരു പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കണം. തലേദിവസം രാത്രി കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ എനിക്ക് നല്ല സമയം കിട്ടിയില്ല. ഞാനിപ്പോൾ മാവ്, അതുപോലെ പരിപ്പുകൾ, എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാം ഫ്രിഡ്ജിലാണത് ഇതുപോലെ വെക്കുന്നത്. ഒത്തിരി നാൾ കേടാകാതിരിക്കുന്നുണ്ട് കേട്ടോ. പ്രാണി കയറുമോ പൂപ്പൽ വരുമോ ഒന്നും ചെയ്യില്ല. അപ്പോൾ മോന് മാത്രം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവേ എടുക്കുന്നുള്ളൂ, ഒരു 3 ചെറിയ ചപ്പാത്തിക്കുള്ള അത്രയും ഗോതമ്പ് മാവ്. അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വയ്ക്കാം. ഇത് കുഴച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ റെഡിയാക്കാൻ പറ്റും. പനീർ കറിക്കായിട്ട് ഒരു ചെറിയ സവോള, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. കുറച്ച് കറിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് മാത്രം സാധനങ്ങൾ എടുത്താൽ മതി. ഈ തക്കാളി വളരെ ചെറുതായിരുന്നതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് കേട്ടോ. വലിയ തക്കാളിയൊക്കെ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള തക്കാളി ആയാലും പകുതി മാത്രം മതി. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും, ഇത്രയും മതി. പനീർ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതിനെ ഞാൻ 2 ആക്കുകയാണ് കേട്ടോ. ഫുള്ള് വേണ്ട, പകുതിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ബാക്കി പകുതി കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ എടുത്ത് ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ ആ ഒരു വലിയ പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സോഫ്റ്റായി കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ബാക്കി ഇരുന്ന പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്കത് കറിയാക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബട്ടർ ആയാലും നല്ലതാണ്. അതിനകത്തോട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ നിറം ഒന്ന് മാറേണ്ട, എല്ലാം ഒന്ന് വാടി പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടു. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം. എല്ലാത്തിൻ്റെയും പച്ച ചുവ മാറിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. കുറച്ച് സമയം ഒന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട്, കശുവണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കശുവണ്ടി ആയാലും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ക്രീം ഒന്നും നല്ല ക്രീമി ആയിട്ട് ഒരു ക്രീം ചേർക്കുന്ന പോലെ തന്നെയുള്ളൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 5-6 എണ്ണം മതി കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുതിർത്ത ബദാം കഴിക്കാൻ ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. ഒരു 5-6 എണ്ണം മതി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചു. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സാധനങ്ങൾ ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ആ ബദാമും കൂടി ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ അരച്ച് വെക്കണം. ഇനി നമ്മൾ ആ വഴറ്റിയ പാൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒരല്പം കൂടെ എണ്ണ, വളരെ കുറച്ച് മതി, ഒഴിച്ചിട്ട് എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട്, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ ആ പൊടികളുടെ പച്ച ചുവയങ്ങ് മാറും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടി ചേർത്തു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കല്ലേ, നമ്മൾ പനീർ ചേർത്ത് ഇച്ചിരി നേരം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഒന്ന് ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസ് ആവരുത്, ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു,
കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഒഴിവാക്കരുത്, നല്ലൊരു ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മതി. ഒന്ന് വിതറി കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു കറി ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് പനീറൊക്കെ ചേർത്ത് കൊടുക്കാം. കറി ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീർ ചേർക്കാം. ഇതിനകത്ത് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത് കേട്ടോ. കറിവേപ്പില ചേർത്താലും നല്ലതാണ്, ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നല്ലതാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. പനീർ പെട്ടെന്ന് വേവും. ചെറിയ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകും. ഇത് അടച്ചു വയ്ക്കാം. അതാകുമ്പോഴേക്കും ഞാൻ അപ്പത്തിനുള്ള മുട്ടക്കറി ഉണ്ടാക്കി. ഇനി അടുത്തത് ചപ്പാത്തി റെഡിയാക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ നെയ്യൊക്കെ ചേർത്ത് മടക്ക് ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവിൽ ഞാനൊരു 4-5 ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ മോന് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ മോൾക്ക് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ 5 എണ്ണം ഉണ്ടാക്കി. സ്കൂളിൽ കൊടുത്തു വിടുമ്പം സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് ഇതുപോലെ നെയ്യ് ചേർത്ത് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റും നല്ലതാണ്. അതുപോലെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ട്രയാങ്കിളായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയറായിട്ടോ മടക്കിയിട്ട് കുറച്ചും കൂടി പൊടിയിട്ട് പരത്തിയെടുത്താൽ മതി. ഞാൻ ചെറിയ ചെറിയ ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ നെയ്യ് പുരട്ടിയ മടക്ക് ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ്. ചൂടോടുകൂടിയാണെങ്കിൽ വെറുതെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പഞ്ചസാരയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കട്ടൻ ചായയും മടക്ക് ചപ്പാത്തിയൊക്കെ സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. അപ്പോഴേക്കും നമ്മുടെ പനീർ കറിയും റെഡിയായി. സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ഞാനിതിനകത്ത് ഒത്തിരി ഗ്രേവി ആക്കാറില്ല. കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് പോലെ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് കുഴമ്പ് പോലെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതാണ് കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ എളുപ്പം. ഇനി നിങ്ങൾക്കത് കുറച്ചും കൂടി കറിയാക്കണം, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം ആദ്യം തന്നെ. അതല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലോ പശുമ്പാലോ ചേർത്താലും മതി കേട്ടോ. പശുമ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവത്തില്ല, നല്ല രുചിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ മസാല അല്ലെങ്കിൽ പനീർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള സ്കൂൾ ലഞ്ച് റെഡി. ചപ്പാത്തി സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ കൊണ്ടുപോകുമ്പം ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഓഫീസിലൊക്കെ കൊണ്ടുപോകുമ്പം നല്ലതാണ്, പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുകൊണ്ടുപോകുമ്പോൾ അതും അവർക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർ അത്ര ഇഷ്ടമില്ല മോനൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ലഞ്ച് ബോക്സിലങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. പനീർ കറി ഇച്ചിരി കൂടുതലുണ്ട്, മോന് ഒത്തിരി ഇഷ്ടമാണ് പനീർ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വെക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ലഞ്ചായി. അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുന്നിടത്തോളമൊക്കെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.